ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി ദൈവത്തിന്റെ ഭൂമിക്ക് വെള്ളക്കാർക്ക് കരമടക്കില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ വെളിയങ്കോട് ഉമർ ഖാളി. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധം ആരംഭിക്കുന്നതിന് 100 വർഷം മുൻപ് നികുതി നിഷേധത്തിന് തുടക്കം കുറിച്ച ഉമർ ഖാളി സ്വാതന്ത്ര്യ സമര സേനാനി, മതപണ്ഡിതൻ, നവോത്ഥാന നായകൻ, കവി എന്നിങ്ങനെ നിരവധി മേഖലകളിൽ വിശേഷണങ്ങൾ അർഹിക്കുന്ന മഹത് വ്യക്തിത്വമായിരുന്നു വെളിയങ്കോട് ഉമർ ഖാളി. വെളിയങ്കോട് മഹൽ ജുമാത്ത് പള്ളിയുടെ പ്രവേശന കവാടത്തോട് ചേർന്നാണ് ഉമർ ഖാളിയുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. നിരവധി വിശ്വാസികളാണ് ആത്മീയ സൗഖ്യം തേടി ദിവസവും ഇവിടെയെത്തുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെളിയങ്കോട് പള്ളി കാഴ്ചയിലും അനുഭവത്തിലും അവിസ്മരണീയമാണ്. പള്ളിയുടെ പിറകിലായി വലിയ കുളം കാണാം. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നാൽ സൂറത്തിലെ ഉപ്പാപ്പയും അവരുടെ പേരമക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ജാറം കാണാം. വിശ്വാസികൾക്ക് ആത്മീയ സൗരഭ്യം പകരുന്നതോടൊപ്പം നിർമ്മാണ മികവിലും കാഴ്ചയിലും മനോഹരമാണ് വെളിയങ്കോട് വലിയ ജാറം. ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകാൻ തയ്യാറാകാത്ത വെളിയങ്കോട് ഉമർ ഖാളിയെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. മതപാണ്ഡിത്യത്തോടൊപ്പം കവിതാരചനയിൽ അപാരമായ കഴിവ് തെളിയിച്ച അദ്ദേഹത്തെ നിമിഷകവി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. നിരവധി വിശ്വാസികൾ ചികിത്സ തേടി ഉമർ ഖാളിയെ സമീപിക്കാറുണ്ടായിരുന്നു. തറവാടുകളുടെ പേരിൽ അഹങ്കാരം കാണിക്കുന്ന മുസ്ലിം പ്രമാണിമാരെ അദ്ദേഹം കണക്കിന് വിമർശിച്ചിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ആശാരിയോ മൂശാരിയോ ആയിരുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കവിതാശകലം പ്രമാണിമാരുടെ അഹന്തയ്ക്കെതിരെ കടുത്ത നിലപാടായി. ശിഷ്യന്മാരെ കൊണ്ട് സാഷ്ടാംഗം ചെയ്യിക്കുന്ന രീതി ഇസ്ലാമിലില്ല എന്നും ഖാളി പഠിപ്പിച്ചു. മത സാമൂഹിക രംഗത്ത് ഒട്ടനേകം ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ ഖാളി ബ്രിട്ടീഷ് വിരുദ്ധ പോരാളി എന്ന നിലയിലും പ്രസിദ്ധനാണ്. മലപ്പുറത്തിന്റെ ചരിത്രങ്ങളും കൂടുതൽ വിശേഷങ്ങളും അറിയാൻ മേഡ് ഇൻ മലപ്പുറം എന്ന ഈ പേജ് ഫോളോ ചെയ്യൂ.